ഹലോ പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ മാത്സിലെ ആദ്യത്തെ ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന. എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആദ്യം ചാപ്റ്ററിലേക്ക് തന്നെ പോവാം. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ? വാട്ട് ഈസ് എ ട്രയാങ്കിൾ? ഒരു 3 സൈഡഡ് ഫിഗർ, ക്ലോസ് ഫിഗർ ആണ്. ജോമെട്രിക്കൽ ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ? 3 സൈഡ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. എപ്പോഴാണ് ട്രയാങ്കിൾസ് ഈക്വൽ ആയി മാറുന്നത് എന്നാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാറുള്ളത്. ഇത് നോക്കൂ, ഇതൊരു ട്രയാങ്കിൾ ആണ് അല്ലേ? ഇപ്പോ എത്ര എണ്ണം ഉണ്ട്? 2 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? ശരിയല്ലേ? 2 ട്രയാങ്കിൾ ഉണ്ട്. പക്ഷേ ഇത് ആദ്യം കാണിച്ച സമയത്ത് ഒരു ട്രയാങ്കിൾ ആയിട്ട് മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിച്ചു. എന്തുകൊണ്ടാണ് 2 ട്രയാങ്കിൾ ഉണ്ടായിരുന്നിട്ടും ഇത് ഒറ്റ ട്രയാങ്കിൾ ആയിട്ട് മാത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഒന്നിനെ മീതെ ഒന്നായിട്ട് വെക്കുമ്പോൾ ഒരെണ്ണമായിട്ട് നിങ്ങൾക്ക് കാണുന്നുവെങ്കിൽ ആ 2 എണ്ണത്തിനെയും നമുക്ക് എന്ത് പറയാം? ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. ഇപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് 2 നോട്ട് പുസ്തകങ്ങൾ. ആ 2 നോട്ട് പുസ്തകങ്ങൾ, ഒരേ വലുപ്പത്തിലുള്ള 2 നോട്ട് പുസ്തകങ്ങൾ ഒന്നിനു മീതെ ഒന്നായി വെച്ച് നമ്മളിങ്ങനെ ദൂരെ നോക്കി ഇങ്ങനെ പിടിച്ചു പറയണേ, ഇത് എത്ര എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരെ നിന്നത് ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരെണ്ണമായിട്ടായിരിക്കും അല്ലേ? എന്ന് പറഞ്ഞാൽ ആ 2 ട്രയാങ്കിളും ആ 2 നോട്ട് ബുക്കും ഒരേപോലെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ 2 നോട്ട് ബുക്ക് എന്താണ്? ഈക്വൽ ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അളവിലും എല്ലാത്തിലും ഈക്വൽ ആണ്. ഇതേ സംഭവം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതേ കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. പക്ഷെ ട്രയാങ്കിളിന്റെ കാര്യമാണെന്ന് മാത്രം. അപ്പൊ 2 ട്രയാങ്കിൾ എപ്പോഴൊക്കെയാണ് ഈക്വൽ ആയിട്ട് മാറുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ ആവശ്യമുള്ള ചാപ്റ്റർ തന്നെയാണ്. അതായത് ബേസിക് ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നേരിട്ട് ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിൽ നമ്മൾ ഫസ്റ്റ് സബ് ഹെഡിങ് എന്ന് പറയാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഈക്വൽ ട്രയാങ്കിൾ എന്നാണ് അല്ലേ? ഈക്വൽ triangles, and first subheading sides and angles. അതായത് സൈഡ്സ് ഈക്വൽ ആകുമ്പോൾ എങ്ങനെയാണ് 2 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് മാറുന്നത്? ലിസൺ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ട്രയാങ്കിൾ വരക്കാണ്. എ ബി സി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. എ ബിയുടെ നീളം 10 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, എ ബി സി എന്ന് പറയുന്ന ഹിയർ ഇസ് എ ട്രയാങ്കിൾ എ ബി സി ആൻഡ് എ ബി ഈക്വൽ ടു 10 സെന്റിമീറ്റർ, എ സി 3 സെന്റിമീറ്റർ ആൻഡ് ബി സി ഹിയർ 6 സെന്റിമീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വേറൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. പി ക്യു ആർ എന്ന് പറയുന്ന പേരിലാണ് ഞാൻ വരച്ചത്. ഇത് 10 സെന്റിമീറ്റർ, ഇത് 3 സെന്റിമീറ്റർ, ഇത് 6 സെന്റിമീറ്റർ. ഓക്കെ, ഈ 2 ട്രയാങ്കിൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണ് കാണാൻ കഴിയുന്നത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം അല്ലേ? എന്ത് പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഇതിന് 3 സൈഡ് ഉണ്ട്, അതിനും 3 സൈഡ്സ് ഉണ്ട്. അതിനാണല്ലോ നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ 3 സൈഡ്സ്, അവിടെയുള്ള ട്രയാങ്കിൾസിന്റെ 3 സൈഡ്സിന് എന്താണ്? ഈക്വൽ ആണ് അല്ലേ? The sides of in this triangle are equal to the 3 sides of that triangle. Okay, so therefore we can say that these 2 triangles are equal triangle or കോൺഗ്രുവൻസ് അങ്ങനെയും പറയാറുണ്ട്. കോൺഗ്രുവൻസ് എന്ന് പറയും കേട്ടോ. അങ്ങനെ ഈക്വൽ ട്രയാങ്കിൾസിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് കോൺഗ്രുവൻസ് എന്ന് പറയും. അപ്പൊ നമ്മള് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് ഈക്വൽ ട്രയാങ്കിൾ ആവണമെന്നുണ്ടെങ്കിൽ? ഫസ്റ്റ് ഇവിടെ നോക്കൂ, 10 സെന്റിമീറ്റർ, അതേതാ? എ ബി ആണ് അല്ലേ? സോ എ ബി ഈക്വൽ ടു എ ബി എന്തിന് ഈക്വൽ ആണ്? പി ആറിന് ഈക്വൽ ആണ്. ശരിയല്ലേ? പി ആർ അല്ലേ? എ ബി ഈക്വൽ ടു പി ആർ. അതെന്താ അങ്ങനെ എഴുതാൻ കാരണം? ഇത് 10 സെന്റിമീറ്റർ ആണ്, ഇതും 10 സെന്റിമീറ്റർ ആണ് അല്ലേ? അവ 2 ഈക്വൽ ആണല്ലോ. ആ 2 ഈക്വൽ ആയത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് എഴുതിയത്? എ ബി ഈക്വൽ ടു
പി ആർ എന്ന് എഴുതിയത്. ഇതിന് നമ്മൾ ബ്രാക്കറ്റിൽ എസ് എന്ന് പറയാം. എസ് എന്ന് പറഞ്ഞാൽ സൈഡ് അല്ലേ? ഓക്കെ, അപ്പൊ ഒരു സൈഡായി അല്ലെ, ഒരു പെയർ അല്ലെ, ഒരു പെയർ എന്ന് പറയാം അല്ലെ. അടുത്തതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാം കേട്ടോ. ആദ്യം നമുക്ക് എ സി എടുക്കാം. എ സി എത്രയാ? 3 സെന്റിമീറ്റർ ആണ് അല്ലേ. സോ എ സി എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഇത് 3 സെന്റിമീറ്റർ അവിടെ ഉണ്ടോ എന്ന് നോക്കുക, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾ അല്ല കേട്ടോ, ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ പി ക്യൂ ഉണ്ട് അല്ലേ. സോ പി ക്യൂ ശരിയല്ലേ അല്ലേ? എ സി ഈക്വൽ ടു പി ക്യൂ. അപ്പൊ 2 സൈഡ് ഈക്വൽ ആയില്ലേ അല്ലേ? 2 സൈഡ് ഈക്വൽ ആയി. ഇനി ഒരു സൈഡും കൂടി ഉണ്ട് അല്ലെ, ഒരു സൈഡും കൂടി. അതായത് അത് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അതും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ഈ 2 ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആവുകയുള്ളൂ? ഈക്വൽ ട്രയാങ്കിൾ ആവുകയുള്ളൂ അല്ലെ. അപ്പൊ ഏതാ? എ സി കഴിഞ്ഞു, അതുപോലെ എ ബി കഴിഞ്ഞു. ഇനിയുള്ളത് ബി സി ആണ് അല്ലെ. ഇവിടെ എങ്ങനെ? അപ്പൊ ബി സി ഈക്വൽ ടു, ബി സി എന്തിന് ഈക്വൽ ആണ്? ബി സി ഹിയർ 6 സെന്റിമീറ്റർ. ലുക്ക് അറ്റ് ദാറ്റ്, there is 6 സെന്റിമീറ്റർ ഉണ്ട് അവിടെ. എങ്ങനെ ഉണ്ടോ? ഓക്കെ, ക്യു ആർ എന്ന് പറയുന്നു അല്ലെ. ക്യു ആർ എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ. അപ്പൊ അത് രണ്ടും ഈക്വൽ ആണ്. സോ 3 സൈഡ് ഈക്വൽ ആയി. ഇതിനാണ് നമ്മൾ പറയാ എസ് 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 തിയറം എന്ന് പറയാം. അപ്പൊ 3 എസ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ 2 ട്രയാങ്കിൾ എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് ഈ ട്രയാങ്കിളിൽ ഇങ്ങനെ പിടിച്ച് എന്നിട്ട് ഇങ്ങനെ കൊടുന്ന് ഇവിടെ കറക്റ്റ് ആയിട്ട് വെച്ച് ഈ 10 ഇതിന്റെ 10ന്റെ ഭാഗത്തും 3 3ന്റെ ഭാഗത്തും 6 6ന്റെ ഭാഗത്തും ഇങ്ങനെ കൊടുന്ന് ഇതിന്റെ മുകളിൽ അങ്ങോട്ട് പ്ലേസ് ചെയ്താല്, അങ്ങ് വെച്ചാല് പിന്നെ നമുക്ക് ഒരു ട്രയാങ്കിൾ ആയിട്ടേ കാണുള്ളൂ, 2 ആയിട്ട് കാണൂല. എ ബി സിയോ ഇത് ഇതിന്റെ മുകളിൽ കൊണ്ടുവച്ചാൽ പിന്നെ പി ക്യു ആർ മാത്രമേ കാണുള്ളൂ. എ ബി സിന്റെ അടിയിലായി പോകും. അതെന്തുകൊണ്ടാ? രണ്ടും ഒരേ വലിപ്പാണ്. അപ്പൊ നമുക്ക് കാണാൻ അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ട്രയാങ്കിൾസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു കാര്യം കൂടി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ നോക്കാം, ശ്രദ്ധിച്ചോളിട്ടോ. ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു എന്ന് നിങ്ങൾ ഇങ്ങനെ എഴുതരുത്, ഇങ്ങനെ പറയാൻ പാടില്ല. ഈക്വൽ ട്രയാങ്കിൾ ആണ്, അപ്പൊ അതിന് ഇങ്ങനെ പറയണം കേട്ടോ. ഇതിനെ പറയുന്നത് നമ്മൾ കോൺഗ്രുവൻസ്. ഇങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതി ശരിക്കട്ടോ. അപ്പൊ ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ട്രയാങ്കിൾ പി ക്യു ആർ അല്ലേ. ഇത് രണ്ടും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ ആണ്. എന്തുകൊണ്ടാണ്? 3 സൈഡ് ഈക്വൽ ആയി. ശരിയല്ലേ? ഇനി ഒരു കാര്യം കൂടി കേട്ടോ. അങ്ങനെ 3 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾ ആയി എന്ന് നമ്മൾ പഠിച്ചല്ലോ അല്ലെ? പഠിച്ചില്ലേ? ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഇതിന്റെ ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ 3 സൈഡ് ഈക്വൽ ആണെങ്കിൽ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഏത് ആംഗിൾ ആണ് ഈക്വൽ എന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അത് വളരെ എളുപ്പമാണ്. എങ്ങനെയാണെന്ന് അറിയാം നിങ്ങൾക്ക്? ഇതിൽ ഏതൊക്കെയാണ് ഈക്വൽ സൈഡ്? എ ബിയും പി ആറും അല്ലേ. അപ്പൊ എ ബിയുടെ ഇവിടെ 10ഉം ഇവിടെ 10ഉം ശരിയല്ലേ. അപ്പൊ എ ബിയും പി ആറും ഈക്വൽ ആണെങ്കിൽ എ ബിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിള് അതേതാ? എ ബിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിള് സി. അപ്പൊ ആംഗിൾ സി ഈക്വൽ ടു, അപ്പൊ ഇവിടെ 10, അതായത് എ ബിയും പി ആറും ആണ് ഈക്വൽ. അപ്പൊ എ ബിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും പി ആറിന്റെ ഓപ്പോസിറ്റ് ആരാ? ഇതല്ലേ പി ആറിന്റെ ഓപ്പോസിറ്റ്, ഫുൾ ഓപ്പോസിറ്റ് ആട്ടോ. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ക്യൂ ഈക്വൽ ആണ്. അപ്പൊ സിയും ക്യൂവും ഈക്വൽ ആയിരിക്കും, ഉറപ്പാണ്. കാരണം നമ്മൾ ഈ സാധനം നേരെ ഇങ്ങനെ തിരിച്ചിങ്ങനെ കൊടുന്ന് വെക്കുമ്പോൾ സിയും ക്യൂവും കറക്റ്റ് ആയിട്ട് ചേർന്നിരിക്കൂലേ. അതുകൊണ്ടാണ് അത് രണ്ടും ഈക്വൽ ആണെന്ന് പറയുന്നത്. ഇനിയോ അടുത്തതോ? ഇപ്പൊ നമുക്ക് അടുത്ത 3 എടുക്കുക, എ സി എടുക്കുക. എ സിയും പി ക്യൂവുമാണ് ഈക്വൽ. എ സിയും പി ക്യൂവുമാണ് ഈക്വൽ. അപ്പൊ എ സിയുടെ ഓപ്പോസിറ്റ് ആരാ? എ സിയുടെ ഓപ്പോസിറ്റ് ബി അല്ലേ. എ സിയുടെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എയും സിയും അല്ലേ ഉള്ളത്. അപ്പൊ അതിലില്ലാത്തത് ആരാ നോക്കിയാ പോരെ? വളരെ എളുപ്പല്ലേ. എ സി എന്ന് പറയുമ്പോ അതിലില്ലാത്തത് ആരാ? ഇതിൽ എ ഉണ്ട്, സി ഉണ്ട്, പിന്നെ ഇല്ലാത്തത് ബി അല്ലേ. എത്ര ഉള്ളൂ. അപ്പൊ ബി ആണ് അതിന്റെ ഓപ്പോസിറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ബി ആംഗിൾ ബി ഈക്വൽ ടു പിന്നെ പി ക്യു അല്ലേ. അപ്പൊ പി ക്യു എന്ന് പറയുമ്പോ അടുത്തത് ആറല്ലേ. അപ്പൊ അത് ഇത്ര ഉള്ളൂ. ഇങ്ങനെ എഴുതിയാൽ മതി, അത് ശരിയായിരിക്കും. അടുത്തത് ഏതാ നമ്മൾ എഴുതേണ്ടത്? ബി സി അല്ലേ. ബി സിയുടെ ഓപ്പോസിറ്റ് ആരായിക്കാരം വരിക? ബിയും സിയും ഉണ്ട്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എ ആണ് വരിക അല്ലേ. അപ്പൊ എ ഈക്വൽ ടു പിന്നെ ക്യു ആർ ആണ്.
അപ്പൊ ക്യൂ ആറും ഉണ്ട്, അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയ വരെ പി ആയിരിക്കും വരിക, അപ്പൊ ആംഗിൾ പി. ഇത്രയേ ഉള്ളൂ നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ബോക്സിലാക്കി ഇടാനുള്ള ഒരു കാര്യം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഞാനൊന്ന് റെഡി ചെയ്യാം. ലിസൺ. If the sides of a triangle are equal to the sides of another triangles, എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് മറ്റൊരു ട്രയാങ്കിൾസിന്റെ ആംഗിൾസിനോട്, അപ്പോ എത്ര എണ്ണം വരും? 3 എണ്ണം അല്ലെ, 3 3 എന്ന് വരും അല്ലെ. ഓക്കെ, ടു ദ സൈഡ്സ് ഓഫ് അനദർ ട്രയാങ്കിൾ, then the angles of the triangle, then the angles of the triangle എന്ന് പറഞ്ഞാൽ ആ ട്രയാങ്കിൾസിന്റെ എന്തും ആംഗിൾസും എന്തായിരിക്കും? ഓൾസോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ 3 ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കണ്ടീഷനാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആകുന്ന ആദ്യത്തെ കണ്ടീഷനാണ് 3 സൈഡ് ഈക്വൽ ആവും. ഇനിയുണ്ട്, ഇപ്പോൾ നമുക്ക് പഠിക്കാം. ക്ലിയർ ആണല്ലോ? നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് ഇത് ചെയ്യാം. ഓക്കെ, in each pair of a triangle below, find all pairs of matching angles and write them down. ഓക്കെ, അതായത് 2 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 2 ചോദ്യങ്ങൾ, സബ് ക്വസ്റ്റ്യൻസ്. അല്ലോ, ചോദ്യം പറയുന്നത് 2 ട്രയാങ്കിൾസ്, 2 പെയർ ഓഫ് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഏതൊക്കെ ആംഗിൾ ആണ് ഈക്വൽ എന്ന് നിങ്ങൾ എടുത്ത് എഴുതണം. മാച്ചിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതണം. ഓക്കെ, നമുക്ക് അതിലെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ 2 ട്രയാങ്കിൾ ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് എ ബി സി. ഇവിടെ 4 സെന്റിമീറ്റർ ആൻഡ് ഹിയർ 6 സെന്റിമീറ്റർ ആൻഡ് ഹിയർ 5 സെന്റിമീറ്റർ. ആൻഡ് ദ പെയർ ഓഫ് ദ triangle PQR, name PQR, and this one is 6 centimeter and 4 centimeter, 5 centimeter. Okay, ഇത് നോക്കിയിട്ട് ഇത് 2 ഈക്വൽ ട്രയാങ്കിൾ ആണോ എന്ന് ആദ്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഈക്വൽ ട്രയാങ്കിൾ ആണോ? ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പൊ നമുക്ക് അത് എന്തുകൊണ്ടാണ് ഈക്വൽ ട്രയാങ്കിൾ ആവണം? ഇവിടെ എ ബി ഉണ്ട് അല്ലേ? നമുക്ക് ആദ്യം ആൻസർ ആണ് കേട്ടോ. എ ബി 6 അല്ലേ? അപ്പൊ എ ബി ഈക്വൽ ടു എന്തായിരിക്കും? 6 ഇവിടെ ഉള്ളത് പി ആർ ആണ്. എ ബി ഈക്വൽ ടു പി ആർ അല്ലേ? അടുത്തതോ എ സി. ഇവിടെ 4 സെന്റിമീറ്റർ, ഇവിടെ 4 സെന്റിമീറ്റർ ഉള്ളത് പി ക്യൂ, സോറി ആർ ക്യൂ അല്ലേ? അപ്പോ എ സി ഈക്വൽ ടു ആർ ക്യൂ. അടുത്തതോ 5ഉം 5 ഉണ്ട് അല്ലേ? അപ്പോ സി ബി ഈക്വൽ ടു പി ക്യൂ, ഓക്കെ. അപ്പൊ സൈഡ് നമ്മൾ ഈക്വൽ ആണെന്ന് എഴുതി. ഇനി പ്രധാനമായിട്ട് നിങ്ങളോട് പറയുന്നത് ആംഗിൾസ് ഏതാണ് ഈക്വൽ എന്ന് പറയാനാണ്. വളരെ സിമ്പിൾ ആണ്. എ ബിയും പി ആറും ഈക്വൽ ആണല്ലോ. അപ്പൊ എ ബി ഇല്ലാത്തത് ആരാണ്? ഇവിടെ സി അല്ലേ? അത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. എ ബിയുടെ ഓപ്പോസിറ്റ് സി ആണ് വരിക. അപ്പൊ അത് നോക്കിയാൽ മതി. അപ്പൊ എ ബി എന്ന് പറയുമ്പോൾ എ ബി പിന്നെ വരുന്നത് ഏതാ? സി അല്ലേ? അതിലില്ലാത്തത്. അപ്പൊ ആംഗിൾ സി ഈക്വൽ ടു ഇതിലോ പി ആർ എന്ന് പറയുമ്പോൾ ക്യൂ അല്ലേ ഇല്ലാത്തത് അല്ലെ? ക്യൂ ആണല്ലോ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പൊ ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താം. ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ. അടുത്തത് എ സിയും പി ആറും ഈക്വൽ ആണ് അല്ലെ? നമ്മൾ കണ്ടുപിടിച്ചതാ. എ സി ഇല്ലാത്തത് പിന്നെ ബി ആണല്ലോ അല്ലെ? അപ്പൊ ബി എന്ന് പറയുമ്പോ എവിടെയാണ്? ഞാൻ 2 എണ്ണമായിട്ട് മാർക്ക് ചെയ്തു ബി. അതും എ സിയും പി ആർ ക്യൂവും ഈക്വൽ ആണെങ്കിൽ ആർ ക്യൂവിൽ ഇല്ലാത്തത് പി ആണ് അല്ലെ? അപ്പൊ ബി ഈക്വൽ ടു പി ആണ്. അപ്പൊ പിയുടെ അവിടെ അങ്ങനെ 2 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്തത് സി ബി ഈക്വൽ ടു പി ക്യൂ എന്ന് പറയുന്നത്. സി ബി ഈക്വൽ ടു പി ക്യൂ എന്ന് പറയുമ്പോ സി ബിയിൽ ഇല്ലാത്തത് എ ആണ് അല്ലെ? അപ്പോ ആംഗിൾ എ ഈക്വൽ ടു പിന്നെ പി ക്യൂ എന്ന് പറയുമ്പോൾ 6 ആണല്ലേ? അപ്പൊ ഇവിടെ 3 എണ്ണമായിട്ട് മൂന്നാമത്തത് എന്ന് പറയുന്ന രീതിയിലാണ് അങ്ങനെ എഴുതുന്നത് കേട്ടോ. ആംഗിൾ ആർ. ഇതാണ് നമുക്ക് വ്യക്തമായിട്ട് ഈ രൂപത്തിൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ ഏതൊക്കെയാണ് മാച്ചിങ് ആംഗിൾസ് എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ അതിൽ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അതിന്റെ രണ്ടാമത്തേലേക്ക് പോകും. 1 ട്രയാങ്കിൾ
എൽ എം എൻ 8 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. നെക്സ്റ്റ് വൺ XYZ here 10 centimeter 8 centimeter and 4 centimeter. ഓക്കെ, ഇതിൽ ഏതൊക്കെയാണ് ഈക്വൽ സൈഡ് എന്ന് എഴുതുക. ഈക്വൽ ട്രയാങ്കിൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം ഈക്വൽ ആംഗിൾസ് കൂടി എഴുതണം. അത് എളുപ്പല്ലേ. ഫസ്റ്റ് ഇതൊരാ എൻ ആണ് അല്ലേ. അപ്പൊ NM ഈക്വൽ ടു 10 ആണല്ലോ. ഇവിടെ 10 ഏതാ XZ. അടുത്തതോ 4 എടുക്കാം അല്ലേ. അപ്പൊ NL ഈക്വൽ ടു 4 ആണ്. ഇത് XY. ഓക്കെ, XY എഴുതില്ലേ, 2 4 ആണ്. അടുത്തത് ഏതാ LM ഈക്വൽ ടു 8 ആണല്ലോ. അവിടെ ഏതാ YZ. ഓക്കെ, അപ്പൊ 3 സൈഡ് നമ്മൾ എഴുതി. 3 സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? ഈക്വൽ ട്രയാങ്കിൾ ആണ് നമുക്ക് എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞത്? ഈക്വൽ ആംഗിൾസ് അല്ലെ. ഈക്വൽ ആംഗിൾസ് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. അപ്പൊ ഏതൊക്കെ ഈക്വൽ ആംഗിൾസ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലെ. NM XZ ഈക്വൽ ആണെങ്കിൽ NM എന്ന് പറയുമ്പോൾ അതിലില്ലാത്ത L ആണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് L ഈക്വൽ ടു XZ എന്ന് പറയുമ്പോൾ അതിലില്ലാത്ത Y ആണ്. അപ്പൊ ആംഗിൾ Y. ഓക്കെ, അത് രണ്ടും ഈക്വൽ. അടുത്തത് NL XY ഈക്വൽ ആണ്. അപ്പൊ NL എന്ന് പറയുമ്പോൾ അതിലില്ലാത്ത ആരാണ് ഇവിടെ M അല്ലേ. അപ്പൊ ആംഗിൾ M ഈക്വൽ ടു XY എന്ന് പറയുമ്പോൾ അതിലില്ലാത്ത Z ആണ്. അപ്പൊ Z. അപ്പൊ അതിന്റെ ഇത് ആംഗിൾ ആയിട്ട് എഴുതണം കേട്ടോ. ഇത് സൈഡ് ആണ്, അത് ആംഗിൾ ആണ്. അപ്പൊ ആംഗിളിന്റെ ചിഹ്നം നിങ്ങൾ നിർബന്ധമായിട്ട് ഇടണേ. അടുത്തത് ആംഗിൾ LM ഈക്വൽ ടു YZ അല്ലേ. അപ്പൊ അതാ LM ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ N അല്ലേ വരുന്നത്. LM-ന്റെ ഓപ്പോസിറ്റ് N ആണ് വരിക. അപ്പോ N ഈക്വൽ ടു YZ എന്ന് പറയുമ്പോൾ അല്ലെ. YZ എന്ന് പറയുമ്പോൾ അതിൽ X. YZ എന്ന് പറയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് X. ഇപ്പൊ X ക്ലിയർ ആണല്ലോ അല്ലെ. അപ്പൊ ആദ്യത്തെ രണ്ട് സബ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതില് സെക്കൻഡ് ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ചെയ്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ ട്രയാങ്കിൾസ് below AB equal to QR. അതുപോലെ തന്നെ BC equal to RP. അതുപോലെ CA equal to PQ. എന്നിട്ട് നിങ്ങളോട് പറയാണ് കമ്പ്യൂട്ട് ആംഗിൾ C of triangle ABC and കൂടാതെ all angles of triangle PQR. ഇതെന്ത്, അതായത് ചിത്രം കണ്ടിട്ട് നമുക്ക് വരച്ചതിന് ശേഷം നമുക്ക് പറയാം. ഞാൻ ഇതും കൂടി അതിലുള്ളതാണ്. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിന്റെ ആംഗിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് 60 ഡിഗ്രി, അതുപോലെ തന്നെ 40 ഡിഗ്രി. ഓക്കെ, ഈ രണ്ടെണ്ണം. അതുപോലെ തന്നെ മറ്റൊരു ട്രയാങ്കിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് PQR. അതിലൊന്നും തന്നിട്ടില്ല. ഇതേപോലെ അതിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഇൻ ദ ട്രയാങ്കിൾ ബിലോ, താഴെ തന്നിട്ടുള്ള ട്രയാങ്കിൾസ് ബിലോ AB ഈക്വൽ ടു QR. കഴിഞ്ഞ ചോദ്യത്തിൽ നമുക്ക് ഇങ്ങനെ 10 സെന്റിമീറ്റർ അപ്പുറത്ത് 10 സെന്റിമീറ്റർ എന്ന് പറയുന്ന രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ തന്നിട്ടില്ല. പക്ഷെ അതിന് പകരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ത്? AB ഈക്വൽ ടു QR. നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. എളുപ്പല്ലേ. അപ്പൊ AB ഈക്വൽ ടു QR. AB ഏതാ? ഇത് അല്ലേ. അപ്പൊ AB-യും പിന്നെ ആരാ? QR അല്ലേ. അപ്പൊ QR എന്താണ്? ഈക്വൽ ആണ്. ഇതും ഈക്വൽ ആണ്. അളവ് നമുക്ക് തന്നിട്ടില്ല കേട്ടോ. അപ്പൊ ഇത് ചിലപ്പോ 10 ആവാം. ഇത് 10 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. ഇത് 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? 8 സെന്റിമീറ്റർ ആയിരിക്കും. അത് ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ കഴിയില്ല. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അല്ലെ. അപ്പൊ നിങ്ങൾ റഫായിട്ട് വരച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ AB-യും QR ഈക്വൽ ആണ്. AB-യും QR ഈക്വൽ ആണെങ്കിൽ ഏത് ആംഗിൾ ആയിരിക്കും ഈക്വൽ ആവുക?
അത് പറഞ്ഞേ, ഏത് ആംഗിൾ ആയിരിക്കും ഈക്വൽ ആവും? എ ബിയും ക്യു ആറും ഈക്വൽ ആണെങ്കിൽ ഏത് ആംഗിൾസ് ആയിരിക്കും ഈക്വൽ? എ ബിയുടെ ഓപ്പോസിറ്റ് ആര്? സി അല്ലേ? എ ബി എന്ന് പറയുമ്പോൾ അതിലില്ലാത്ത സി അല്ലേ? ഏരിയ പോലെ. അപ്പോ ആംഗിൾ സി ഈക്വൽ ടു, ഇതിന്റെ ആൻസർ ആണ് കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ മതി. ആംഗിൾ സി ഈക്വൽ ടു ക്യു ആർ എന്ന് പറയുമ്പോൾ ആരാണ് അതിൽ ഇല്ലാത്തത്? പി അല്ലേ? ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ പി. അടുത്തതോ ബി സി ഈക്വൽ ടു ആർ പി. ബി സി ഈക്വൽ ടു ആർ പി. ബി സി എന്ന് പറയുന്നത് ഇത് ഈക്വൽ ടു ആർ പി. ഇത് അപ്പൊ അതിന്റെ നേരെ ഇത് നോക്കിയാൽ മതി. ബി സിയിൽ ആരാ ഇല്ലാത്തത്? ഇവിടെ എ ആണ് ഇല്ലാത്തത് അല്ലെ? അപ്പൊ ആംഗിൾ എ ഈക്വൽ ടു ആർ പി എന്ന് പറയുമ്പോൾ ആരാണ് ഇല്ലാത്തത്? ക്യൂ ആണ് ഇല്ലാത്തത് അല്ലെ? അപ്പൊ എ ഈക്വൽ ടു ക്യൂ ആയിരിക്കും. എളുപ്പല്ലേ പറയാൻ? അടുത്തത് സി എ ഈക്വൽ ടു പി ക്യൂ. സി എയിൽ ആരാ ഇല്ലാത്തത്? ബി ആണ് ഇല്ലാത്തത് അല്ലെ? അപ്പൊ ആംഗിൾ ബി ഈക്വൽ ടു പി ക്യൂയിൽ ആരാ ഇല്ലാത്തത്? ആറാണ് ഇല്ലാത്തത് അല്ലെ? അപ്പൊ ആംഗിൾ ആർ. ഇനി ഇതൊക്കെ എത്രയാണ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ സിമ്പിൾ ആയിട്ട് ഇവിടെ നോക്കൂ. എ എത്രയാണ്? എ 40 അല്ലേ? അപ്പൊ എയും ക്യൂവും ഈക്വൽ ആണല്ലോ. അപ്പൊ അത് രണ്ടും എത്ര കാര്യം വരിക? 40 ആണ് വരിക. അത് നമുക്ക് അറിയാലോ. എന്താ അങ്ങനെ എഴുതാൻ കാരണം? എ എന്ന് പറയുന്നത് 40 ആണ്. അപ്പോ എയും ക്യൂവും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പൊ ക്യൂവും 40 എരിക്കൂടെ അല്ലെ? അടുത്തതോ ബിയും ആറും ഈക്വൽ ആണ്. ബി ഇവിടെ എത്രയാണ്? 60 ആണ്. അപ്പൊ ആറും എന്തിന്റെ കാര്യം വരിക? 60 ആണ് വരിക അല്ലെ? അപ്പൊ രണ്ട് നമുക്ക് എന്താണ് 60. ഇനി ഒരെണ്ണം കൂടി ഇവിടെ കണ്ടുപിടിക്കാണല്ലോ. അതെങ്ങനെ കണ്ടുപിടിക്കുക? അത് ഇതിലുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളോട് ആദ്യം പറയുന്നത് സി കണ്ടുപിടിക്കുക അല്ലേ? ജസ്റ്റ് വാണ്ട് ഫൈൻഡ് സി അറ്റ് ഫസ്റ്റ്. ആംഗിൾ സി അറ്റ് ഫസ്റ്റ്. സി എങ്ങനെ കണ്ടുപിടിക്കുക? വളരെ എളുപ്പമാണ് അല്ലേ? സി എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ 40 ഉണ്ട്, ഇവിടെ 60 ഉണ്ട്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ 180 മൈനസ് ചെയ്താൽ പോരെ അല്ലേ? ടോട്ടൽ 180 അല്ലേ? അപ്പൊ 180 ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ 40 60 കൂടി ആഡ് ചെയ്താൽ 100 അല്ലേ? ബാക്കി എത്ര ഉണ്ടാവുക? 80 അല്ലേ? അപ്പൊ നമുക്ക് ആംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് 40 പ്ലസ് 60 ആണല്ലോ. അപ്പൊ എത്ര വരിക? 180 മൈനസ് 100 ഈക്വൽ ടു 80. അപ്പോ ഇത് രണ്ടും എത്ര വരിക? 80 ഡിഗ്രി. അത് in the triangles below, AB equal to QR, BC equal to PQ, CA equal to RP. Okay, CA equal to RP. Compute the remaining angles. No, no, ബാക്കിയുള്ള angle. No. Remaining angles of both triangles. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ചിത്രങ്ങളുണ്ട്. നെയിം എ ബി സി. അതിൽ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 60, ഒരെണ്ണം കേട്ടോ. അടുത്തത് പി ക്യു ആർ, പി ക്യു ആർ, അതിലും ഒരെണ്ണം തന്നിട്ടുണ്ട് 70. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല അല്ലെ? രണ്ടും ഈക്വൽ അല്ല. നമുക്ക് ഓക്കെ, ഇത് രണ്ടും ഈക്വൽ അല്ല നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അപ്പൊ നമ്മൾ ഇത് നോക്കിയിട്ട് ഏതൊക്കെയാണ് ഈക്വൽ ആംഗിൾസ് എന്ന് മാത്രം എഴുതിയാൽ മതി. ഏതൊക്കെയാണ് ഈക്വൽ ആംഗിൾസ് വരിക? എ ബിയും ക്യു ആറും ഈക്വൽ ആണ്. അപ്പൊ ഇതില് എ ബി സി എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ എ ബി എന്ന് പറയുമ്പോൾ അതിലില്ലാത്തത് ആരാ? സി ആണ് അല്ലെ? നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് ആംഗിൾ സി ഈക്വൽ ടു ക്യു ആർ ആണ് അല്ലെ? ക്യു ആർ എന്ന് പറയുമ്പോൾ ഏതല്ലാത്തത്? പി ആണ് അല്ലെ? ആംഗിൾ സി ഈക്വൽ ടു പി എന്ന് എഴുതാം. എന്താ ഈ ഇല്ലാത്തത് എന്ന് പറയുന്നത്? എ ബി എന്ന് പറയുമ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ് സി കേട്ടോ. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ളത് ഈക്വൽ ആണെന്നാണ്. അപ്പൊ നമ്മൾ എളുപ്പത്തിൽ അങ്ങനെ പറയാം. ഇപ്പൊ സിയും പിയും ഈക്വൽ ആണ്. അപ്പൊ ഇതില് സി എത്രയാ അറിയോ? ഇല്ല. ഇതില് പി എത്രയാ? അതും അറിയാം. അപ്പൊ നമുക്ക് അത് എഴുതാൻ പറ്റില്ല, അത് അങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, പറയാം, ശേഷം പറയാം. ബി സിയും പി ക്യൂ ഈക്വൽ. ബി സി എന്ന് പറയുമ്പോൾ ഏതാ വരിക? ബി സി. അപ്പൊ അതിലില്ലാത്തത് നോക്കിയാൽ മതി, എ ആണ് അല്ലെ? അപ്പൊ എ ആംഗിൾ എയും ബി സി ഈക്വൽ ടു പി ക്യൂ. അപ്പൊ പി ക്യൂ എന്ന് പറയുമ്പോൾ ആറാണ് അതിലില്ലാത്തത്. അപ്പൊ എയും ആറും ഈക്വൽ ആണ്. അപ്പൊ എ എന്ന് പറയുന്നത് ഇവിടെ 60 ആണ്. അപ്പൊ 6 അതിനോട് ഈക്വൽ ആണെങ്കിൽ ആറും എന്തായിരിക്കും വരിക? 60 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് രണ്ടും ഇത് എത്ര ഡിഗ്രി എന്ന് എഴുതാം? 60 എന്ന് എഴുതാം. ഇതിന്റെ അർത്ഥം എന്താ? മീനിങ് എയും ആറും 60 ആണ് എന്നുള്ളത്. അടുത്തത് സി എ ഈക്വൽ ടു ആർ പി. സി എ എന്ന് പറയുമ്പോൾ സി എ. അപ്പൊ അതിലില്ലാത്തത് ബി ആണ് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ ബി ഈക്വൽ ടു ആർ പി എന്ന് പറയുമ്പോൾ
പി ഇവിടെ ഉണ്ടോ ആർ പി. അപ്പൊ അതില്ലാത്ത ക്യൂ ആണ്. ഇതിൽ ബി നമുക്കറിയോ? ഇല്ല, ബി അറിയില്ല. ബി ഈക്വൽ ടു ക്യൂ ആണ്. ക്യൂ അറിയോ? ക്യൂ എന്ന് പറയുന്നത് 70 ആണ്. അപ്പൊ ഇത് 70 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 70 ആയിരിക്കും അല്ലേ? നമുക്കത് ഈക്വൽ ടു എന്ത് എഴുതാം? 70. അപ്പൊ ഇത് 70. ഇനി നമുക്ക് നേരത്തെ മുകളിലത്തെ ആംഗിൾ കൂടി എഴുതാണ്ടായിരുന്നു അല്ലേ? അതേതാണ്? സിയും പിയും ആണ്. രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പൊ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. അതെങ്ങനെ കണ്ടുപിടിക്കുക? നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 180 മൈനസ് ചെയ്യുക അല്ലേ? അപ്പൊ ആംഗിൾ സി ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 70 ഈക്വൽ ടു 180 മൈനസ് 60 പ്ലസ് 70 എന്ന് പറയുമ്പോൾ എത്ര വരിക? 130 അല്ലേ? 180 മൈനസ് 130 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50. ഇപ്പൊ ഈ രണ്ട് ആംഗിൾസ് എത്ര വരിക? 50യും 50 ആണ് വരിക. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോ ഇത്രയും ഭാഗം. ഇനി അതിൽ കുറച്ചുകൂടി ചോദ്യം ഉണ്ട്. അപ്പൊ അതവിടെ നിൽക്കട്ടെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പൊ ഇത്രയും ഭാഗം നന്നായിട്ട് പഠിക്കുക, ചെയ്ത് പഠിക്കുക. നിങ്ങൾ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് പഠിച്ചോളി. രണ്ട് ട്രയാങ്കിൾ വരച്ച സൈഡ് ഒന്നും എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ? ഇല്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.